സർവ്വനത് കിട്ടും, നിന്റെ പ്രോജക്റ്റ് 300 കോടി വർത്താണ്. പക്ഷെ ഈ ഒരു പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങളെങ്കിലും രക്ഷപ്പെടും. ഏത് വേണമെന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞു. ചുവീരൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ, ഇനി ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമ്മയ്ക്കും കൂടി. അതെ അതെ. അപ്പം അമ്മയ്ക്ക് അവിടെയുള്ളൊരു ഗ്യാപ്പ് എന്താണ്, ഇത് ഉപയോഗിക്കാൻ അറിയുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ ഗ്യാപ്പിനെയാണ് എനിക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നിയത്. അമ്മ നന്നായിട്ട് തയ്ക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അമ്മ കുട്ടിയുടുപ്പുകൾ തുന്നി കഴിഞ്ഞാൽ അതിന് ഇപ്പുറത്ത് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്ന് അമ്മയ്ക്ക് ഒരു പക്ഷെ അറിയുന്നില്ല. ഇനി അത് തുന്നി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനെ എങ്ങനെ സെല് ചെയ്യണം എന്ന് അവർക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ ലിൻഡു നന്നായിട്ട് എംബ്രോയിഡറി ചെയ്യുന്ന കുട്ടിയാണ്. അവള് സാരിയിലൊക്കെ എംബ്രോയിഡറി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാല് വളരെ നമ്മള് എലഗന്റ് ലുക്കിൽ അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്കും അറിയുന്നില്ല അതിനെ എങ്ങനെ ഒരു മെയിൻ സ്ട്രീം മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അറിയുന്നില്ല. ഇതൊന്നും പ്രൊഡക്ഷൻ ഒക്കെ നമുക്ക് അഡൾട്രേഷൻ ഇല്ലാതെ അവർക്ക് നടത്താനും പറ്റും. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് അതിന്റെ ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡിങ് ഇമേജ് അവിടെ വേണം, ഒരു ബ്രാൻഡ് വേണം. അപ്പൊ ആ ബ്രാൻഡാണ് ശരിക്കും ആമോദിനി. ആമോദിനി അപ്പൊ ഈ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാണ്. അതായത് ലിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിന് ഒരു ബ്രാൻഡ് ഇമേജ് കൊടുക്കുകയാണ്. അപ്പൊ ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത് വെറുതെ കൊടുത്താൽ പോരാ. അതിന് നമ്മൾ ട്രേഡ് മാർക്ക് ഒക്കെ എടുത്ത് ഒരു ബ്രാൻഡ് നെയിം ഒക്കെ ഇട്ട് സ്ലോഗൻ ഒക്കെ ഇട്ട് അതിന്റെ ലൈസൻസ് ഒക്കെ എടുത്ത് GST എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നമ്മളൊരു ബ്രാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ബ്രാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ചേച്ചിക്ക് അറിയാലോ, നല്ലപോലെ ഫണ്ട് ആകുന്ന ഒരു കാര്യമാണ്. ദെൻ അതിന് വേണ്ടുന്ന ലേബലിങ്, അതിന് വേണ്ടുന്ന പാക്കിംഗ് മെറ്റീരിയൽസ്, അതിന്റെ നോംസ്, ഗവൺമെന്റ് ലോ, അതെല്ലാം നമ്മൾ നോക്കണം. അപ്പം ഇതിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടാനായിട്ട് നാട്ടിൻപുറത്ത് നിൽക്കുന്ന ഒരു ലേഡിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന്റെ ലൈസൻസ് എന്തൊക്കെയാണെന്ന് അവർക്ക് അറിവില്ലായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ദെൻ ആ ബ്രാൻഡിൽ ആ പ്രൊഡക്റ്റ് ആകുമ്പോൾ ആസ് എ കമ്പനി അല്ലെങ്കിൽ ആസ് എ ബ്രാൻഡ് ഓണർ ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹൈജീൻ സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഉറപ്പുവരുത്തണം. ദെൻ അതിന്റെ ക്വാളിറ്റി അതും ഞങ്ങൾ ഉറപ്പുവരുത്തണം. സോ അതിനുവേണ്ടി നമുക്കൊരു ഇൻസ്പെക്ഷൻ ടീമും കാര്യങ്ങളും ഒക്കെ ആയി. ആ ടീമിനെ നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അവർ പോയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ ഇപ്പുറത്ത് ആമോദിനിയിൽ കൊണ്ടുവന്ന് AmodiniIndia.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ അതിനെ പ്രൊവൈഡ് ചെയ്തു. ആമോദിനി. ബട്ട് അതിന്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത് ആ മാനുഫാക്ചർക്കാണ്. ഇപ്പൊ ലിൻഡു ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ മാനുഫാക്ചർഡ് ബൈ ലിൻഡു എന്നുണ്ടാവും, മാർക്കറ്റഡ് ബൈ ആണ് ആമോദിനി ഉള്ളത്. പക്ഷെ അതിന്റെ എല്ലാ ലൈസൻസും അതിന്റെ എല്ലാ ചിലവുകളും അത് നമ്മളെ കമ്പനിയാണ് ഏറ്റെടുക്കുന്നത്. ദെൻ ഒരു നല്ല എമൗണ്ട് ലിൻഡോന് കൊടുക്കും. ദെൻ ഇപ്പുറത്ത് കസ്റ്റമർക്കും നമുക്ക് നല്ലൊരു പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒതന്റിസിറ്റി നമുക്ക് കൊടുക്കാം. ഒരു കസ്റ്റമർ ആമോദിനിയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി ദേ ആർ അപ്ലിഫ്റ്റിംഗ് വൺ ലേഡി ഫ്രം റൂറൽ ഏരിയ. That's a very big thought which is actually running. നമ്മൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോ പക്ഷെ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം. ടുഡേ ഈസ് ആമോദിനീസ് ഡേ. ഞാനും ആമോദിനിയാണ് ആക്ച്വലി, അല്ലെ? ഐ എം എ ഹാപ്പി വുമൻ, സോ ഐ കൻ സേ ഐ എം എൻ ആമോദിനി. സോ ഈ ജേർണിയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ടച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും എന്തെങ്കിലും ലൈക്ക് ഇതെനിക്ക് പറയണം എന്ന് തോന്നുന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ജേർണിയിൽ? ഇൻസിഡന്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. സംതിങ് വിച്ച് യു ക്യാൻ ലൈക്ക് ആമോദിനെ ആലോചിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു കാര്യം. ചെറിയൊരു കാര്യം എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലേഡി നമ്മൾ ആമോദിനിയിലേക്ക് അവർ ജോയിൻ ആയി. ദെൻ ഷി വാസ് മേക്കിംഗ് പിക്കിൾ, അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് നമ്മളുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നതും കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളൊരു 5 ആസ്പയറിംഗ് ലേഡീസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൻപുറങ്ങളിലുള്ള സെല്ലേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കുക, അവരിലുള്ള ടാലന്റിനെ കണ്ടുപിടിക്കുക, അവർക്കിത് ആമോദിനിയിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാനായിട്ടുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് ശരിക്കും ഈ ക്ലസ്റ്റർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ക്ലസ്റ്ററിനെ നാട്ടിൻപുറങ്ങളിൽ രൂപീകരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ അമ്മയോട് വന്നിരുന്നിട്ട് അമ്മ നിഷ അവിടെ ഒന്ന് പോയി സംസാരിക്കൂ, അമ്മയുടെ ഇഷ്ടപ്പെട്ട നടിയാണ്, അമ്മ ഒന്ന് പോയി സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പം അവിടെ നിന്ന് അയ്യോ ഞാൻ കാണുന്ന സീരിയലിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ്, പക്ഷെ വന്ന് സംസാരിക്കാനായിട്ട് എവിടെയോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായി. ബിക്കോസ് അമ്മയ്ക്ക് പേടിയാണ് ദാറ്റ് ഞാൻ അവരുടെ അത്രയും ഇല്ല എന്നുള്ള ഒരു രീതിയിൽ ഒരു പക്ഷെ വന്ന് സംസാരിച്ചേക്കാം. ഇതെന്റെ അമ്മയുടെ മാത്രം കാര്യമല്ല, റൂറൽ ഏരിയയിലെ ഒരുപാട് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ അവർക്ക് വളരെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
പക്ഷെ അവരെ കൊണ്ടുപോയി അവരുടെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വിട്ടു നോക്ക്. അവര് വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരോടും സംസാരിച്ച് വളരെ ഫ്രണ്ട്ലി ആകും. വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ആമോദിനിയുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് അവർക്ക് ഈസിലി അക്സസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ ഈ മുമ്പേ പറഞ്ഞ ലേഡി ക്ലസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യുന്നു. നമ്മളെ ക്ലസ്റ്ററിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ. ബേസിക്കലി 18 ദിവസം എടുത്തിട്ടാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പഠിച്ചത്. ഓക്കെ. അപ്പം എന്റെ ടീമിൽ അരവിന്ദ് വളരെ എന്താ പറയാ ക്ഷമയോട് കൂടി ഇരുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഈ ലേഡീനെ മോന്റെ സ്കൂളിൽ അഡ്മിഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവര് പോയി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൽ അവിടുത്തെ എന്തോ ഫോർമാലിറ്റിയിൽ അവര് ഗൂഗിൾ ഫോം കൊടുത്തു. മോൻ പറഞ്ഞു, അമ്മ ആ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്ക്, ഈ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്ക്. കാരണം അവന് വിശ്വാസമില്ല അവന്റെ അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റും. അവൻ വേഗം അമ്മ അവരുടെ കൊടുക്കുമ്പോ അമ്മ ഇവിടെ കൊടുക്ക് ഫില്ല് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വളരെയധികം പാനിക് ആവുമ്പോ അമ്മ പറഞ്ഞു അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് പുള്ളിക്കാരത്ത് പറഞ്ഞു, ഞാനത് പതുക്കെ ഞാൻ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു, ഞാൻ വായിച്ചു നോക്കി, ഞാൻ അതിനുള്ള ആൻസേഴ്സ് എഴുതി, ഞാൻ അതിന് ലാസ്റ്റ് സബ്മിഷൻ കൊടുത്തു, അറ്റാച്ച് ചെയ്യാന്നുള്ളതൊക്കെ അറ്റാച്ച് ചെയ്യുമോ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെന്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ ചെയ്തതിന് ശേഷം മോൻ ചോദിച്ചു എന്ന് അമ്മയ്ക്ക് ഇതൊക്കെ അറിയോ എന്ന് അവൻ ചോദിച്ചു എന്ന്. അപ്പൊ ഈ ലേഡി എന്നെ വിളിച്ചിട്ട് പറയാണ്, ജയശ്രീ ശരിക്കും കരയാണ്, ലിറ്ററലി കരയാണ്. എന്നിട്ട് പറയാണ്, ജയശ്രീ ഞാൻ ഇപ്പോഴാണ് ശരിക്കും ആമോദിനിയായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന്റെ മുമ്പിൽ എന്റെ വില വേറൊരു ലെവലിലേക്കായി. എന്റെ മോനെ എനിക്ക് സ്കൂളിൽ നാണം കെടുത്തേണ്ടി വന്നില്ല. ദാറ്റ് അവന്റെ അമ്മയ്ക്ക് ഇത് അറിയില്ല എന്നുള്ളത് എനിക്ക് പറയേണ്ടി വന്നില്ല. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ശരിക്കും ആമോദിനിയായത് എന്ന് പറഞ്ഞിട്ട് അവർ കരയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക വളരെ നിസ്സാരം. പക്ഷെ റൂറൽ ഏരിയയിലുള്ള ഒരു സ്ത്രീക്ക് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അവരുടെ മകന്റെ മുമ്പിൽ അവർക്ക് വിലയുണ്ടായി എന്ന് വന്നു കഴിഞ്ഞപ്പം ആ അമ്മ സന്തോഷിച്ചത്, അവരുടെ സന്തോഷം ഇസ് ലൈക്ക് എന്റെ ഭയങ്കര സന്തോഷമാണ്. കേൾക്കുമ്പോൾ തന്നെ എനിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയാം, ഒരു 70 above അല്ലെങ്കിൽ ഒരു 80 above 70 above ഉള്ള ആൾക്കാരെടുത്തോ, എന്റെ പാരന്റ്സ് ഉൾപ്പെടെ പല കാര്യങ്ങളും ഇപ്പോഴും മൊബൈലിൽ ചെയ്യാൻ അവർക്ക് അറിയുന്നില്ല. അപ്പൊ എന്റെ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും. ഇപ്പം അവർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. അതെ. പക്ഷെ അവർക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഒക്കെ നോക്കും, ലൈക്ക് അടിക്കല്ല, അവിടെ വരെയൊക്കെ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് അറിയില്ല. അവരെ തന്നെ നമ്മൾ എംപവർ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എന്നിട്ട് എന്നും പറയും, മമ്മി ഇത് ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യും. ലൈക്ക് മമ്മിക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു രീതിയിലും അറിയാത്ത ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ എംപവർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ്, നീ ചോദിച്ചില്ലേ അതൊരു ഹാപ്പിനെസ് ആണെന്ന്, അത് വലിയ ഹാപ്പിനെസ്, ഇത് വളരെ വലുതാണ്. യു ആർ ഡൂയിങ് സംതിങ് റിയലി ഗ്രേറ്റ് ജയശ്രീ. ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ഉണ്ടാവും. അത് ഞാൻ മാത്രമല്ല, എന്റെ ഗ്രൂപ്പ് ആമോദിനി എന്ന് പറയുന്ന എൻറ്റയർ ഗ്രൂപ്പ്, ഇപ്പൊ നമ്മുടെ ഓഫീസിൽ സ്റ്റാഫ് ഉണ്ട്, നമ്മളെ ഡയറക്ടേഴ്സ് ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പുറമേയുള്ള ടീംസ് ഉണ്ട്. ഇവരെല്ലാവരും ശരിക്കും ആമോദിനിയുടെ അവരുടെ വിഷാക്കി മാറ്റിയിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ അതൊരു വലിയൊരു ഗ്രൂപ്പായി മാറി, നിങ്ങൾ കുറെ ടീം മെമ്പേഴ്സ് ആയി, നിങ്ങൾ ഈ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി. യു ആർ ജസ്റ്റ് ഓൺ ദ വേർജ് ഓഫ് getting there, getting to the next step. Yes, so അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ഇപ്പൊ തീർന്നു പോവാണ്. The journey was difficult. Yeah, the next step, the big step, അതിനൊരു വലിയ ആളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നു. ആള് ശരിക്കും ജയശ്രീയുടെ കൈ പിടിച്ചതുകൊണ്ടാണ് നമ്മൾ ആ അടുത്ത സ്റ്റെപ്പിലോട്ട് ജമ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? യു യുവർസെൽഫ് ഷുഡ് സേ ദാറ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആമോദിനി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫണ്ടിങ് നമുക്ക് ആവശ്യമായിരുന്നു. ഫണ്ടിങ് സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു കോൺസെപ്റ്റ് ചെറുതായിരുന്നില്ല. നമ്മൾ റൂറൽ ഏരിയയിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് കാശ് കൊടുക്കണം, അവരെയും കൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കണം, നമ്മളിവിടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ അതിനുള്ള സപ്പോർട്ടിങ് സിസ്റ്റം കൊണ്ടുവരണം. ഇതൊക്കെ ആദ്യം ഞാനൊരു ചാരിറ്റി പോലെ ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് ഒരു വിനോദേട്ടനാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, ജയശ്രീ ഇത് ചാരിറ്റി പോലെ ചെയ്യാനായിട്ട് ജയശ്രീയുടെ കയ്യിൽ കാശുണ്ടാവണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജയശ്രീയുടെ കയ്യിൽ കാശില്ലാത്ത സ്ഥിതിക്ക് യു മേക്ക് ഇറ്റ് ആസ് എ ബിസിനസ്. ആ ബിസിനസ്സിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് ആ ഇൻകം കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യും. സോ ഇതിനെ ഒരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത് ആ വിനോദേട്ടനുമായിട്ടുള്ള ഒരു സംസാരത്തിലായിരുന്നു. ഓക്കെ. അപ്പോ
ആ സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഊർജം വെച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയി. ദെൻ എനിക്ക് ഈ ശ്രീധരൻ സാറിനെ ഞാൻ പോയി കണ്ടു, നമ്മുടെ മെട്രോമാൻ സാറിനോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ സാറിന്റെ ഭാഗത്തുനിന്നും സാർ എനിക്ക് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നു. അപ്പൊ സാറ് പറഞ്ഞു ഈ പ്രോജക്റ്റ് ഇതുപോലെ ചെയ്യണം ജയശ്രീ. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു മോശം കണ്ടീഷനിലേക്ക് ഞാൻ പോയിരുന്നു. ദാറ്റ് എന്റെ ഫ്ലാറ്റ് അടക്കം ജപ്തിയാകുന്ന ഒരു കണ്ടീഷൻ വന്നിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻവെസ്റ്റർ വന്നിട്ട് നമ്മളുടെ പ്രോജക്റ്റിന് ഒരു വില പറഞ്ഞു. ഓക്കെ, അതെടുക്കാം, അവരെടുക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ശ്രീധരൻ സാറിന്റെ അടുത്ത് പോയിരുന്നത് ഞാൻ ശരിക്കും കരയാണ്. സാർ, എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല. സാർ ഒരു ലെറ്റർ എഴുതുമോ, എനിക്ക് ലോണൊന്ന് മാറ്റി വെക്കാൻ, ലോൺ അടയ്ക്കുന്നത് കുറച്ച് നാളും കൂടെ സമയം കിട്ടാൻ വേണ്ടി എനിക്കൊന്ന് ലെറ്റർ എഴുതുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, ഇതിപ്പം പേരൻസ് ഒക്കെ ഇൻവോൾവ് ആയില്ലേ, അവരുടെ പേരിലുള്ള സ്ഥലമൊക്കെ വെച്ചല്ലേ നീ ലോൺ എടുത്തിരിക്കുന്നത്, അപ്പം എന്താ ചെയ്യാൻ പറ്റുക, അവരെ ബുദ്ധിമുട്ടിക്കണ്ട, പ്രൊജക്റ്റ് വിൽക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഒരു 3.5 കോടി രൂപയൊക്കെ വില കിട്ടും പ്രോജക്റ്റിന്. സാർ പറഞ്ഞു, അത് കിട്ടും, നിന്റെ പ്രോജക്റ്റ് 300 കോടി വർത്താണ്, അപ്പൊ 3.5 കോടി വില കിട്ടും. അപ്പൊ അതിന് വിറ്റിട്ട് എന്താന്ന് വെച്ചാൽ സേഫ് ആകാൻ പറഞ്ഞു. ആ പറഞ്ഞ സാറ് തന്നെ ഞാൻ കാറിലേക്ക് കയറുമ്പോൾ എന്റെ പുറകിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ഒരു പ്രോജക്റ്റ് വിറ്റ് ഒരു 3.5 കോടി രൂപ കിട്ടിയ ജയശ്രീ മധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ഈ ഒരു പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാല് 3.5 കോടി ജനങ്ങളെങ്കിലും രക്ഷപ്പെടും, ഏത് വേണമെന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാന് ആ പൊന്നാനിന്ന് ഞാൻ എന്റെ വീട് വരെ ഡ്രൈവ് ചെയ്യുമ്പോ എന്റെ മനസ്സിൽ മുഴുവൻ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സാറ് പറഞ്ഞ വാക്കുകൾ. ആ വാക്കിന്റെ പുറത്ത് ഞാൻ ഇവിടെ വന്നപ്പോ തീരുമാനിച്ചു, വീടൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ, ഇനി ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ എന്റെ കൂടെ നിന്ന് രക്ഷപ്പെടണം. വീടൊക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കാൻ പറ്റും, ആയുസ്സും ആരോഗ്യം ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രോപ്പർ സപ്പോർട്ടിങ് സിസ്റ്റം വേണം. അപ്പൊ ഞാൻ അങ്ങനെ കുറെ പൊളിറ്റീഷ്യന്മാരുടെ ഒക്കെ പുറകേക്ക് നടന്നു, ഒരുപാട് പേരെ ഞാൻ പോയി കണ്ടു. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇതിന് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആസ് യൂഷ്വൽ അധികം ആരും ചെവി തന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. ഈ ജേർണിയിൽ ആസ് എ ലേഡി വാസ് ദെയർ എനി ഡിഫിക്കൽട്ടി? ആസ് എ ലേഡി എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയാനായിട്ടില്ല. ലേഡി ആയതുകൊണ്ട് എനിക്ക് ചില പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് നമുക്ക് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളൊരു ലേഡി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു മുൻഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതാണ് സത്യം. അപ്പൊ അങ്ങനെ ഞാൻ പല ആളുകളെയും പോയി കണ്ടു. അങ്ങനെ ശരിയായില്ല ഒന്നും. അങ്ങനെയാണ് ഞാൻ ബിക്കോസ് ഇത് ഫൈനലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും, ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അത് നടക്കാത്ത ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല, നീ വിചാരിക്കുന്ന പോലെ ഇത് ഈസി അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ ആമോദിനിയുടെ പ്രോസസ്സ് നോൺ എൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ അത് മുമ്പോട്ട് എടുക്കണം, കാരണം എന്റെ ലക്ഷ്യം ഇതാണ്. ബിക്കോസ് ആമോദിനിയിലൂടെ ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെടും, ആമോദിനിയിലൂടെ ഒരുപാട് നല്ല പ്രോഡക്ട്സ് നമ്മളുടെ കയ്യിലേക്ക്, ആ കസ്റ്റമേഴ്സ്, അഡൾട്രേഷൻ ഇല്ലാത്ത പ്രോഡക്ട്സ് നമ്മളുടെ കയ്യിൽ വരും. അതിന്റെ കൂടെ തന്നെ ഈ ആമോദിനിയിലൂടെ തന്നെ നമുക്ക് സ്ത്രീകളെ ഡിജിറ്റലി എംപവർ ചെയ്യാൻ പറ്റും, അവരെ ഫൈനാൻഷ്യലി എംപവർ ചെയ്യാൻ പറ്റും, അവരുടെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സിന്റെ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും, അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. സോ ഒബ്വിയസ്ലി ഒരു വലിയ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഫോർ രാജ്യത്തിന് ഇതൊരു മുതൽക്കൂട്ടാണ്. ദാറ്റ് GDP റേറ്റ് നമുക്ക് ഹൈ ആക്കാൻ പറ്റും, പെർ പേഴ്സൺ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്, ആൻഡ് നമ്മളുടെ രാജ്യം സെൽഫ് സഫീഷ്യന്റ് ആകും കുറച്ചും കൂടെ. ഞാൻ അങ്ങനെ ഒരു വൈഡർ വിഷനിലാണ് ഞാൻ ഇതിനെ ചിന്തിച്ചത് തന്നെ. അപ്പൊ അതുകൊണ്ട് ആ വൈഡർ വിഷൻ കാണാൻ പല പൊളിറ്റീഷ്യൻസിനും പറ്റിയില്ല. അവിടെ ഒരു പൊളിറ്റീഷ്യൻ അത് പറ്റി. അങ്ങനെയാണ് ഞാൻ അന്ന് MP ആയിരുന്ന സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് എത്തുന്നത്. ഫസ്റ്റ് ഡേ സാർ എന്തോ മോശം മൂഡിലാണോ എന്തോ എന്നെ നല്ല ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടു. ആസ് ഓൾവേസ് എല്ലാരും കാണുന്ന സുരേഷ് ഗോപി. അപ്പൊ ഞാൻ ശരിക്കും വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ അവിടെ എത്തിയതാണ്. എനിക്ക് സാറിനെ കണ്ട മൊമെന്റ് എനിക്ക് ഓർക്കുന്നുണ്ട്. ഞാൻ എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് എനിക്ക് സാറിനെ കാണുമ്പോ. ഞാൻ സ്ക്രീനിൽ കണ്ടോണ്ടിരുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ മാറി കസേരയിലിരുന്ന് ഞാൻ ഇങ്ങനെ സാറിനെ നോക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് സാറിന്റെ പിക്ചറൊക്കെ എടുത്തു. ബിക്കോസ് എനിക്ക് അത്രയും ഇഷ്ടം സാറിനോട്. പക്ഷെ സാറെന്തോ ആരെയോ ചൂടായിരുന്ന മൂഡിലാണോ എന്താണോ എന്തോ എന്തെടുത്ത് നന്നായിട്ട് ചൂടായി. എന്റെ അടുത്ത് കാണില്ല, എന്റെ അടുത്ത് പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. എനിക്ക് നിരാശയായി. എന്റെ ഏറ്റവും അവസാനത്തെ അതാണ് എന്റെ പ്രതീക്ഷ പോയി. അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന്റെ PA വിളിച്ചിട്ട് പറഞ്ഞു, സാർ അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്, 2 o'clock വന്ന് കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു.
ദെൻ ഞങ്ങൾക്ക് വീണ്ടും അയ്യോ ഇനി എങ്ങനെ, അപ്പോഴത്തേക്കും ഭയങ്കര പേടിയായി സാറിനോട് സംസാരിക്കാൻ. അയ്യോ ഇനി സാർ എന്ത് ചെയ്യും, ഇനി എന്ത് വിചാരിക്കും, എങ്ങനെ ഇത് സംസാരിച്ച് തീർക്കും. അപ്പൊ എന്റെ കൂടെയുള്ള രണ്ടുപേരും പറഞ്ഞു ജയശ്രീ എന്തായാലും സംസാരിക്കും, നമുക്ക് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 മണിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ സാറിന്റെ അടുക്ക് എത്തി. ഇത് സംസാരിച്ച് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സാർ ഇതിനെ ഉൾക്കൊള്ളാൻ തുടങ്ങി. സാർ എന്നെ കേട്ടിരുന്നു. ശരിക്കും അതായിരുന്നു അതുവരെ എനിക്ക് മിസ്സിങ്. ആരും എന്റെ ആ പ്രോജക്റ്റ് your voice was heard. ലിറ്ററലി സാർ എന്നെ കേട്ടിരുന്നു. സാർ അതിന് റെസ്പോണ്ട് ചെയ്തു. ദെൻ സാറിൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന ഒരു കൂടിക്കാഴ്ച ഏകദേശം 3-3.5 മണിക്കൂർ എനിക്ക് സാറിന്റെ കൂടെ ഇരുന്നിട്ട് ഈ എൻ്റെ ഒരു പ്രോജക്റ്റ് എനിക്ക് പറയാൻ പറ്റി. ദെൻ സാറ് പറഞ്ഞു നോക്കട്ടെ നമുക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ, ഡൽഹിയിലേക്ക് ഞാൻ ഇത് അയച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് സാർ കുറച്ച് ദിവസം കഴിഞ്ഞ് സാർ ഇത് ഡൽഹിയിലേക്ക് ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ ഇന്ന് പ്രോജക്റ്റ് ഒക്കെ വാങ്ങി അതൊക്കെ സാർ അയച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് സാറിന്റെ ആ ഒരു MP ആ പീരീഡ് കഴിഞ്ഞു. ആ പീരീഡ് കഴിഞ്ഞ് പിന്നെ എന്നാലും ഞാൻ സാറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോണ്ടാക്ട് വെച്ചോണ്ടിരുന്നു. ആൻഡ് സാറ് ഇന്ന് ആമോദിനി എന്ന് പറഞ്ഞ സാറിന് അറിയാം ഇത് ഒരുപാട് ആളുകൾക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംരംഭമാണെന്നറിയാം. ഞാൻ ഒരിക്കലും സാറിനെ ഫിനാൻഷ്യലി എനിക്ക് സാർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കൂടെ എൻ്റെ പുറകില് എനിക്ക് സുരേഷ് ഗോപി എന്നൊരാളുണ്ട്. ആ ഒരൊറ്റ വിശ്വാസം മതിയായിരുന്നു ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. I truly സാറിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് സാറിനോട് പറയാം. എനിക്ക് സാറിന്റെ കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് സാറിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ സാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് എത്ര വലിയൊരു സ്ട്രെങ്ത് ആണ്, എത്ര വലിയൊരു സൂപ്പർ പവർ ആണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ബിക്കോസ് നാട്ടിൻപുറത്തുനിന്ന് വന്ന ഞാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരാളുടെ ഒരു പേരിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ന് ആമോദിനി ഇന്ത്യയും ആമോദിനി സിംബാബ്വേയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് സാറ് ഇറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അത്രയധികം ഒന്നും പറയാനുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം വരേക്കും. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ സാറിന്റെ അടുത്തൊരു കാര്യം വാട്സപ്പിൽ ഒരു മെസ്സേജിൽ ഞാൻ പ്രപ്പോസ് ചെയ്തു. സാർ എനിക്ക് പെട്രോൾ പമ്പുകളിൽ ഇതുപോലെ ആമോദിനിയുടെ ഒരു കിയോസ്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആ കിയോസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആമോദിനിമാരുടെ എല്ലാം പ്രോഡക്റ്റ് നമുക്കിപ്പം കണ്ണൂരുള്ള ഒരാളുടെ പ്രോഡക്റ്റ് നമുക്ക് ട്രിവാൻഡ്രത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ഒരാളുടെ പ്രോഡക്റ്റ് നമുക്ക് തൃശ്ശൂർ കൊടുക്കാം, എറണാകുളത്ത് നിന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് കാസർഗോഡ് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഈ ആമോദിനിമാരുടെ പ്രോഡക്റ്റിന് ഒരു വൈഡ് ആയിട്ട് കേരളം മുഴുവൻ നമുക്ക് അവരുടെ പ്രോഡക്റ്റിന് നമുക്ക് എത്തിക്കാൻ പറ്റും ഒരു കിയോസ്ക് ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഫുഡ് പ്രോഡക്ട്സ്, കൊഴുക്കട്ട, ഇലയട, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ടാലന്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ നമ്മളുടെ ചുറ്റും പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ഇവരുടെ പ്രോഡക്റ്റിന്റെ ഒരു കിയോസ്ക് ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ആമോദിനിയുടെ പ്രോഡക്റ്റ് ആക്കി നമ്മൾ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്. അതിന്റെ ഹൈജീൻ സ്റ്റാൻഡേർഡ് നമ്മൾ ഉറപ്പാക്കും. ഇപ്പൊ ഏത് വീട്ടിൽ നിന്നാണോ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് ആ വീട്ടില് നമ്മൾ ഫ്യൂച്ചറിൽ കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കിയോസ്ക് പോലെ തന്നെ മൂവബിൾ ആയിട്ടുള്ള കിച്ചൺ നമ്മൾ ഇൻഡിവിജ്വലി നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവരവിടെ പ്രൊഡക്ഷൻ ചെയ്യട്ടെ, അത് ആമോദിനി എടുക്കുന്നു, കിയോസ്കിനുള്ളിലൂടെ എല്ലാ സ്ഥലങ്ങളിലേക്കും വിൽക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ സാറിനോട് എനിക്ക് തോന്നുന്നു ഒരു 2 to 3 minutes ഉള്ള ഒരു വോയിസ് ക്ലിപ്പിലാണ് ഞാൻ സാറിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് സാറിന്റെ പിയുടെ കോള് വരികയാണ്. ആ സാർ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പെട്രോളിയം മിനിസ്ട്രി എന്നാണ് വിളിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, നമുക്ക് ഇരിക്കണം എന്ന് പറയുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ അത് പോകുന്നു, അത് IOCL എത്തുന്നു. അങ്ങനെ ഇപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ നമ്മൾ ആമോദിനീസ് കഫേ ആൻഡ് കിയോസ്ക് അതിന്റെ ഒരു വരാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിന്റെ കിയോസ്കിന്റെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. മോസ്റ്റ്ലി ഈ മാസം അല്ലെങ്കിൽ ലോഞ്ചത്തേക്ക് നമ്മൾ അത് ലോഞ്ചിലേക്ക് മുന്നായിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇവിടെ വരെയുള്ള സ്റ്റോറി എനിക്കും അറിയാമായിരുന്നു. അതെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചത്. സോ അത് വരും. അപ്പൊ അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കേന്ദ്രമന്ത്രി ആയതിനു ശേഷവും സാറിന്റെ മനസ്സിൽ ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുകയും ഞാനിത് പറയുമ്പോ ഒരു സാധാരണക്കാരിയായി എന്നെ കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് സാറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത് അതാണ്. ആ ഒരു എമ്പതി ഉണ്ടല്ലോ, ആ ഒരു എമ്പതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും എനിക്ക് സാറിനെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പൂജിക്കണം ജയശ്രീ. നോ, ഐ വിൽ ഡെഫിനറ്റ്ലി സേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഹി ഈസ് ആൻ ഇൻസ്പിറേഷൻ. വെരി ട്രൂ. അതെ അതെ. ഒക്കെ ആണെങ്കിലും
ഞാൻ ഇതിൽ ഏറ്റവും ഹാപ്പി ആവുന്നത് എന്താന്ന് വെച്ചാൽ ജയശ്രീ ഇത് എന്താ പറയാ വഴിയിൽ വിട്ട് കളയാതെ സ്വന്തം വീട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും സ്വയം അത് ബാധിക്കുന്ന ഉണ്ടായിട്ട് പോലും അത് വിട്ട് കളയാതെ ഉള്ള ഇയാളുടെ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതാണ് അവിടെ വരെ എത്തിച്ചത്. ഒരുപക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയും അത് തന്നെയായിരിക്കും ജയശ്രീയിൽ കണ്ടിട്ടുണ്ടാവുക. കാര്യം എന്താ വെച്ചാൽ സ്വന്തം കാര്യമല്ലല്ലോ ആലോചിച്ചത്, ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ അല്ലേ. അപ്പൊ അത് ചെയ്യാനുള്ള ജയശ്രീയുടെ ഒരു മനസ്സില്ലേ, അതിനാണ്. DQ, a luxury redefined brand.